വിദ്യാർത്ഥികളെ, സ്റ്റാൻഡേർഡ് ഹൈറ്റ് ടേപ്പർ ലെഗഡ് സ്റ്റൂൾ തയ്യാറാക്കൽ എന്ന വിഷയത്തിലേക്ക് സ്വാഗതം. ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾക്ക് കഴിയും സ്റ്റാൻഡേർഡ് ഹൈറ്റ് ടേപ്പർ ലെഗഡ് സ്റ്റൂൾ ഉണ്ടാക്കാൻ. മെറ്റീരിയൽസ്, ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ്: wood screws, teak wood, wood glue, G-clamp, drill, chisels, smoothing plane, measuring and marking tools, pencil, measuring tape, hammer, mallet, mortise chisel, bar clamp, putty. Process: എല്ലാ വർക്ക് പീസുകളും ആവശ്യമായ വീതിയിലും കനത്തിലും ഡ്രോയിംഗ് അനുസരിച്ച് ചതുരാകൃതിയിൽ വയ്ക്കുക. ഡ്രോയിംഗ് അനുസരിച്ച് 4 കാലുകളുടെ ആകെ നീളം അടയാളപ്പെടുത്തി ഉണ്ടാക്കുക. നാല് കാലുകളുടെ മുകൾ ഭാഗത്ത് വിരിഞ്ഞ മോർട്ടീസ് അടയാളപ്പെടുത്തി ഉണ്ടാക്കുക. മുകളിലെ റെയിലുകളുടെ രണ്ടറ്റത്തും റഫർ ചെയ്യുക. ഹാൻഡ്ഡ് ടെനോൺ അടയാളപ്പെടുത്തുക. നൽകിയിരിക്കുന്ന അളവുകൾക്കനുസരിച്ച് താഴെയുള്ള കാലുകളുടെ സ്റ്റോപ്പ് മോർട്ടീസ് അടയാളപ്പെടുത്തുക. തന്നിരിക്കുന്ന അളവുകൾക്കനുസരിച്ച് അടയാളപ്പെടുത്തി 4 കാലുകളിൽ ടാപ്പർ ഉണ്ടാക്കുക. താഴെയുള്ള റെയിലുകളുടെ രണ്ടറ്റത്തും ബ്ലൈൻഡ് ടെനോൺ അടയാളപ്പെടുത്തി നിർമ്മിക്കുക. ഒരു സ്റ്റൂളിന്റെ 4 കാലുകളിൽ എല്ലാ മോർട്ടീസുകളുടെയും മധ്യത്തിൽ ഡ്രിൽ ഹോൾ സ്ഥാനം പോയിന്റ് അടയാളപ്പെടുത്തുക. ആവശ്യാനുസരണം വുഡൻ പെഗുകൾ തയ്യാറാക്കുക. ടേപ്പർഡ് ലെഗ് സ്റ്റൂൾ ഫ്രെയിമിന് അനുയോജ്യമായ രീതിയിൽ ബാർ ക്ലാമ്പ് സജ്ജമാക്കുക. ഫ്രെയിമിന്റെ ഇരുവശത്തും വേസ്റ്റ് കഷ്ണം നൽകുക. ഫ്രെയിം കഷ്ണങ്ങളുടെ ഒരു വശത്ത് മോർട്ടീസിലും ടെനോൺ പ്രതലത്തിലും ഫെവിക്കോൾ തുല്യമായി പുരട്ടുക. സൈഡ് ഫ്രെയിം കഷ്ണങ്ങൾ ശരിയായി കൂട്ടിച്ചേർക്കുക. ബാർ ക്ലാമ്പിൽ സൈഡ് ഫ്രെയിം വയ്ക്കുക. അത് ശക്തമാക്കുക. ഡ്രിൽ ഹോളിന്റെ അടയാളപ്പെടുത്തിയ പോയിന്റുകളിൽ ഡ്രിൽ ഹോൾ അടയാളപ്പെടുത്തുക. വുഡൻ പെഗിന്റെ സർഫേസിൽ ഫെവിക്കോൾ പുരട്ടുക. തുറന്ന ഹോളിലൂടെ വുഡൻ പെഗ് തിരുകുക. പ്രൊജക്ട് ചെയ്ത വുഡൻ പെഗുകൾ മുറിക്കുക. മറ്റെല്ലാ സൈഡ് ഫ്രെയിമുകൾക്കും ഇതേ നടപടിക്രമം ആവർത്തിക്കുക. ഡ്രോയിംഗ് അനുസരിച്ച് മുകളിലെ തലം അടയാളപ്പെടുത്തി ഉണ്ടാക്കുക. G-ക്ലാമ്പ് ഉപയോഗിച്ച് മുകളിലെ പ്ലാങ്കോടുകൂടി സ്റ്റൂൾ ഫ്രെയിം ശരിയായി കൂട്ടിച്ചേർക്കുക. സ്ക്രൂകൾ ഉറപ്പിക്കുന്നതിനായി മുകളിലെ പ്ലാങ്കിൽ അടയാളപ്പെടുത്തി ഡ്രിൽ ഹോൾ ഉണ്ടാക്കുക. കൗണ്ടർ പലകയുടെ മുകളിലെ പ്രതലത്തിൽ ഡ്രിൽ ഹോൾ മുക്കുക. ഡ്രിൽ ചെയ്ത ഹോളിലൂടെ സർഫസ് ലെവലിന് താഴെയിരിക്കുന്നതുവരെ സ്ക്രൂകൾ ഡ്രൈവ് ചെയ്യുക.
പുട്ടി ഉപയോഗിച്ച് ഡ്രിൽ ചെയ്ത സർഫേസ് മൂടുക. സാൻഡ് പേപ്പർ ഉപയോഗിച്ച് സ്റ്റൂളിന്റെ എല്ലാ പ്രതലങ്ങളും മിനുസപ്പെടുത്തുക. സ്റ്റൂൾ പൂർത്തിയാക്കുക. സ്റ്റാൻഡേർഡ് ഹൈറ്റ് ടേപ്പർ ലെഗഡ് സ്റ്റൂൾ തയ്യാറാക്കുന്നതിനെ കുറിച്ച് ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചു.